ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ FF ഗെയിമിംഗ് മലയാളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ലെവൽ കിഡ്ക്കാച്ച ഒരു നൂബ് റാങ്ക് വീഡിയോ ആണ്. ക്ലാസ് കോഡ് റാങ്ക്ഡ് ഹീറോയ്ക്ക് അടിച്ചതിന് ശേഷമുള്ളൊരു നൂബ് റാങ്ക് വീഡിയോ ആണ്. നിങ്ങൾക്ക് പറ്റുന്നത്ര ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോയിൽ ഞാൻ പരമാവധി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Something on my dick, I know she like it 'cause വീഡിയോയിലേക്ക് പോകാൻ വരട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളിലോട്ട് സെറ്റിൽ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഫ്രീ ഫയറിന്റെ കിഡ്ക്കാച്ച് എല്ലാ അപ്കമിംഗ് ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് മറ്റു കിഡ്ക്കാച്ച് ഗെയിം പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നത്ര ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഗെയിം പ്ലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്, വെറും പ്രീസെറ്റ് ലൈറ്റ് മോഷൻ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫോണ് സ്ക്രീൻ റെക്കോർഡ് വർക്കാവത്തില്ല. അതുകൊണ്ടാണ് 2GB റാമുള്ള ഒരു ഓപ്പോ A37 ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ സ്ക്രീൻ റെക്കോർഡ് ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് ഇല്ല. അല്ലാണ്ട് വേറെ ആപ്ലിക്കേഷൻസ് വെച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലാഗ് കാരണം കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗെയിം പ്ലേസ് അപ്ലോഡ് ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡ്ക്കാച്ച് നൂബ് റാങ്ക് വീഡിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതെ, നമ്മൾ ഹീറോയിക്കിൽ അതായത് ക്ലാസ് കോഡ് ഹീറോയിക്ക് റാങ്ക്ഡ് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, നൂബ് റാങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എതിർ ടീം നന്നായി കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പോൾ അവന്മാരൊക്കെ തുരത്തിയടിച്ചുകൊണ്ട് വെറും 4 ആദമുകൾ കളിക്കുന്ന ഒരു കിഡ്ക്കാച്ച് നൂബ് റാങ്ക് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 1-2 നല്ല യൂട്യൂബേഴ്സിൻ്റെ നല്ല ക്രിയേറ്റ് കണ്ടൻറ്റേഴ്സ് ആയതും മറ്റു നല്ല ഗെയിം പ്ലേസ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 3 ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 3 ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല ഗെയിം പ്ലേ ഇടുന്നവരാണ്, നല്ല കണ്ടന്റ് ഇടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ ഒരുപാട് വളരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 4മതൊരു ചാനലിൽ ലിങ്ക് ഇടുന്നതെന്ന് വെച്ചാൽ അവന് 5 അലോഗ് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ആ ചാനൽ കയറി ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. 5 അലോഗാണ്, വെറുതെ പറയുന്നതല്ല, ഉള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗിവ് അവേ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി കണ്ടാൽ 5 അലോഗാണ്. അലോഗില്ലാത്ത കൂട്ടുകാർക്ക് ഒരുപാട് മെച്ചമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇങ്ങനൊരു പ്രൊമോഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് പെയ്ഡ് ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, നമ്മൾ ഫ്രീ പ്രൊമോഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചാനലിൽ ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ അതിലൊരു കമൻറ്റൊക്കെ ചെയ്ത് അവനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗിവ് അവേയിൽ മാക്സിമം എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. 5 അലോഗാണ്, മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം പ്ലേയിലേക്ക് വരാം. നമ്മൾ ഇതുവരെ 3 മാച്ച് അവന്മാർക്ക് വിട്ടുകൊടുത്തു. അവന്മാർ ജയിച്ചോട്ടെ എന്ന് വെച്ച് വിട്ടുകൊടുത്തു. പക്ഷേ 3 മാച്ച് വിട്ടുകൊടുത്തപ്പോൾ നമുക്ക് വലിയൊരു പണി കിട്ടി. നമ്മുടെ DLX ഡാർക്ക് മച്ചാൻ്റെ റേഞ്ച് പോയി, കണക്ഷൻ പോയിട്ട് അവൻ അവിടെ പോയി ചത്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവന്മാർ 4 പേരുമായി. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 8ൻ്റെ പണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ 3 മാച്ച് അവന്മാർക്ക് വിട്ടുകൊടുത്ത് പിന്നത്തെ 4 മാച്ച് പിടിക്കാമെന്ന് വെച്ചായിരുന്നു കളി തുടങ്ങിയത്. പക്ഷേ ഫുൾ ശോകം നമ്മുടെയൊക്കെ എൻ്റെ റേഞ്ച് പോയി. അതുകൊണ്ട് തന്നെ ഇനി വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. എങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യും, നമ്മളെ പറ്റുന്നത്ര മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങൾക്ക് പറ്റുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും പിന്നെ നിങ്ങളുടെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന ചങ്ക മച്ചാമാരിലേക്കും ഒന്ന് അറിഞ്ഞ് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും എൻ്റെ ഫോണിലല്ല ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നതെന്ന്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ്. അവൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ ഗെയിം പ്ലേ ആണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡായി വെക്കുന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് വർക്കാകത്തില്ല, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അതുപോലെ തന്നെ നല്ല ലാഗ് ഉണ്ടാകും. അഥവാ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് വല്ല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഫുൾ ലാഗ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ റേഞ്ച് പോയി എന്ന്. അവനാകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ നോക്കുകയാണ്. അവന്
ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി റീകണക്റ്റിംഗ് ആയി വരാൻ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ മാച്ച് അവൻ വരുന്നത് വരെ പിടിച്ച് നിൽക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 3-2 എന്നൊരു സ്കോറിലാണുള്ളത്. ഹീറോയിക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാണ്. അവനവിടെ ഗണ്ണ് പോലും എടുക്കാതെ അവിടെ മൂഞ്ചിയിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2 മാച്ച് പോയപ്പോൾ തന്നെ അവന്മാർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഡാർക്ക് മച്ചാനെ ഇവിടെ എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ അവന്മാർ ഫസ്റ്റ് അവനെ കൊന്ന് വലിയ ഹീറോയിസം കാണിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഗ്ലൂ വാൾട്ട് ലോക്ക് ചെയ്യാണ്. അവൻ ലോക്ക് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവന്മാരിൽ ഒരുത്തം ഫസ്റ്റ് തന്നെ നമ്മുടെ ചെക്കനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവനെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അവൻ എങ്ങനെയെങ്കിലും റേഞ്ച് വരാൻ നോക്കുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവന്മാരെല്ലാവരും അവിടെ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 1-2 ബോംബൊക്കെ എറിഞ്ഞു നോക്കി. പക്ഷേ അതെ, നമുക്ക് ഡാമേജ് കിട്ടി. 167 കണ്ട് ഡാമേജ് കിട്ടി. അപ്പോൾ തന്നെ ഞാൻ തന്നെ അവനെ കൊന്നിട്ടുണ്ട്. അതിനെ നമ്മൾ 3ാമത്തെ മാച്ചും വിജയിച്ചു. അങ്ങനെ ഇനി ഒറ്റ മാച്ച് കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചാൽ നമുക്ക് എങ്ങനെയാലും വിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എങ്ങനെയാലും ഈ മാച്ച് ജയിച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്കിൽ ഒരു പ്ലസ് കൂടെ കൂട്ടേണ്ടതുണ്ട്, ഒരു സ്റ്റാർ കൂടെ കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുന്ന എല്ലാ യൂട്യൂബേഴ്സിനും നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഞാൻ പോസ്റ്റിലിടുന്ന എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മാച്ചിൽ അവന്മാരെ എങ്ങനെയാലും പിടിക്കണം എന്ന വാശിയോടെയാണ് കയറി ചെല്ലുന്നത്. നമ്മൾ റഷ് ചെയ്ത് കയറാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരുത്തന്നെ 2 പേരെ നമ്മുടെ ചെക്കന്മാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരുത്തൻ അതിലൂടെ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു. ഓടി അവനെടുത്തത് അവനവിടെ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ്. അവൻ അടിച്ചിട്ടതോടെ അപ്പോൾ തന്നെ നമ്മുടെ സാത്ത മച്ചാനും മറ്റൊരുത്തനെ കൂടെ കൊന്നതോടെ നമ്മൾ ബൂയ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ബൂയ ഒരു കിഡിലം ബൂയ എന്ന് പറയാം, കിഡിലം നൂ പ്രാങ്ക് വീഡിയോ ബൂയ എന്ന് പറയാം. നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു ബൂയക്ക് വേണ്ടി കളിച്ചോന്നല്ല, നമ്മൾ കിട്ടി എന്നൊരു ലക്കിൻ്റെ ബേസിൽ കളിച്ചതാണ്. നമ്മൾ എങ്ങനെയാലും കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറോയിക്കിൽ ഒരു സ്റ്റാർ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി ഓളിലേക്ക് സെറ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 2K സ്പെഷ്യൽ ഗീവ് അവേ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ 1K സ്പെഷ്യൽ ഗീവ് അവേയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇന്നത്തോടെ നമ്മൾ ക്ലോസ് ചെയ്യും. ഫ്രീ ഫയറിൻ്റെ ഒരു കിടിലൻ വീഡിയോയുമായി ഞാൻ വരുന്നതുവരേക്കും ബൈ ബൈ ഗൈസ്. ലവ് യു ആൾ ആൻഡ് ടേക്ക് കെയർ.